ഉദ്ഘാടനം നിർവഹിച്ച ആശാ വർക്കേഴ്സ് യൂണിയന്റെ അഖിലേന്ത്യാ അധ്യക്ഷ CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് PP പ്രേമ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വിചിത്രമായ നടപടിയാണ് എടുത്തത്. ഒരു യോഗം ചേർന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 3 ആളുകൾ ഒപ്പിട്ട ഒരു നടപടിക്രമമാണ് ആശാ വർക്കർമാർക്ക് കൊടുത്തത്. അതിൽ പറയുന്ന ഒരു കാര്യം, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലാപ്ടോപ്പ് തകർത്തു. രണ്ടാമത്തെ കാര്യം, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു. മൂന്നാമത്തെ കാര്യം, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ആക്രമിച്ചു. ഈ 3 ആക്രമണത്തിനും നേതൃത്വം കൊടുത്തത് സഖാവ് സുലഭയാണ്. ആ സുലഭയെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. ലാപ്ടോപ്പ് ആക്രമിച്ചാൽ അയാൾക്ക് ജാമ്യം കിട്ടുമോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ജാമ്യം കിട്ടുമോ? സർക്കാർ ആഫീസ് ആക്രമിക്കുന്നത് PDPP ആക്ട് ആണ്, അവർക്ക് ജാമ്യം കിട്ടുമോ? അപ്പൊ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിൽ അന്ന് പേരാമ്പ്ര പോലീസ് ജാമ്യക്കാർ പോലുമില്ലാതെ അവരെ വിട്ടയച്ചത് ഏത് FIR-ന്റെ അടിസ്ഥാനത്തിലാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായിട്ടാവുന്ന ആളായിരിക്കും. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിനെ നയിക്കുന്നത് ബാലമംഗലത്ത് ഒരു ലുട്ടാപ്പിയുണ്ട്. ആ ലുട്ടാപ്പിയെ പോലത്തെ ഒരാളുണ്ട്, രാജൻ മഹിതേരി. അയാളെ പോലെ ഇക്കാര്യങ്ങളിലൊന്നും നിയമപരമായ യാതൊരു അറിവുമില്ലാത്ത അബദ്ധ ജടിലമായിട്ടുള്ള ഒരു നേതാവിന്റെ നിർദ്ദേശമാണ് സ്വീകരിക്കുന്നത്. ആ നോട്ടീസിൽ പറയുകയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഒന്നിച്ചു പങ്കെടുക്കുന്ന പ്രസ്തുത യോഗത്തിൽ ആശാ വർക്കർമാർ ക്ഷമാപണം നടത്തണം. ഒരു സ്ത്രീയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെല്ലാം വിളിച്ചു വരുത്തി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ചു വരുത്തി 7 ആശാ വർക്കറും അവിടെ വന്ന് മാപ്പ് പറയണമെന്നാണ്. ഇത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഈ നോട്ടീസ്? ഇനി നോട്ടീസിൽ ഒപ്പിട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റും പോട്ടെ, ഒരു മെഡിക്കൽ ഓഫീസർ MBBS കഴിഞ്ഞ ആളാണല്ലോ, അയാൾ ഈ നോട്ടീസ് അടിയിൽ ഒപ്പിടുമ്പോ എന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയണം എന്ന് പറയുന്നുണ്ട് രാജഭരണോ? ഏതടിസ്ഥാനത്തെ നോട്ടീസ്? 24 മണിക്കൂർ കൊണ്ട് സുലഭയുടെ പേരെ എടുത്ത നടപടി കേരള ഹൈക്കോടതി തടയും, ഒരു സംശയം വേണ്ട. പക്ഷെ ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുന്നത്, ഈ നടപടി ക്രമം സംബന്ധിച്ച് 2023 ഉത്തരവ് പ്രകാരം നിങ്ങൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ, നിങ്ങൾ ജില്ലാ പ്രോജക്ട് മാനേജർ അദ്ദേഹത്തോട് പറയേണ്ട, അദ്ദേഹത്തിന്റെ നടപടി എടുക്കേണ്ടത്. അപ്പൊ ഒരു നടപടി എടുക്കാൻ അധികാരമില്ലാതെയാണ് പേരാമ്പ്ര പഞ്ചായത്ത് ഈ നടപടിത്തിനും കേരള ഹൈക്കോടതി പോയി. ഏതാ പ്രശ്നം? ഇവിടെ ബഡ്സ് സ്കൂൾ ടീച്ചർമാരെ നിയമിക്കാൻ തീരുമാനിച്ചു. അവിടെ നിലവിൽ 13 കൊല്ലമായി ജോലി ചെയ്യുന്ന ഒരു ബഡ്സ് സ്കൂൾ ടീച്ചറെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് 10 ദിവസത്തേക്ക് തടഞ്ഞു. എന്താ ഹൈക്കോടതി പറഞ്ഞതെന്നോ അറിയോ? ഹൈക്കോടതി പറഞ്ഞത് ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മറ്റു സ്കൂൾ പോലെയല്ല. അവിടെ വരുന്നൊരു കുട്ടി പഠിച്ച് എവിടെയും പോകുന്നില്ല. ആ കുട്ടി 10-15 കൊല്ലം പഠിക്കുമ്പോ ആ കുട്ടിയുടെ വീടും ആ കുട്ടിയുടെ അമ്മയുമായി ആ ടീച്ചറും സ്കൂൾ മാറും. ആ ടീച്ചറെ പിരിച്ചുവിട്ടാൽ കുട്ടി വയലന്റ് ആവും. അതൊരു മാനസിക പ്രശ്നമാണ്. ആ മാനസിക പ്രശ്നത്തിലേക്ക് ഭിന്നശേഷി കുട്ടികളെ നയിക്കാൻ പാടില്ല. ഇതല്ലേ കോടതി പറഞ്ഞത്? ഇവിടെ പിടിച്ചുവിട്ട ആളുകൾക്ക് ജാമ്യം കിട്ടുന്നതിന് മുമ്പേ കോൺഗ്രസുകാർ പറഞ്ഞു, ഇതാ CPM നേതാക്കൾ ജയിലിലേക്ക്. പേരാമ്പ്ര കോടതി ജാമ്യം കൊടുത്തു. എന്താ ജാമ്യം കൊടുത്തത്? തകർത്ത ലാപ്ടോപ്പ് എവിടെ? പേരാമ്പ്ര പഞ്ചായത്തിനോട് ചോദിച്ചത്, എവിടെ ലാപ്ടോപ്പ്? ഈ സമരക്കാർ തകർത്ത ലാപ്ടോപ്പ് എവിടെ? സമരക്കാർ ഓഫീസ് എവിടെയാണ് തകർത്തത്? അങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കോടതിക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം, ആ സമരത്തിന്റെ അർത്ഥത്തിൽ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ സമരം ആളിപ്പടരും. ആ സമരം അവസാനിപ്പിക്കാൻ, സുലഭയുടെ സസ്പെൻഷനും മറ്റു താക്കീതും പിൻവലിക്കാൻ പേരാമ്പ്ര പഞ്ചായത്ത് ഭരണസഭ തയ്യാറായില്ലെങ്കിൽ പേരാമ്പ്ര പഞ്ചായത്തിന്റെ ഗേറ്റ് അടഞ്ഞു കിടക്കും. തുറക്കാൻ പറ്റില്ല. പറയിൽ നിൽക്കുന്ന പോലീസ് ചിലപ്പോൾ ധരിക്കുന്നുണ്ടാവും, ഞങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അകത്ത് കിടക്കാത്തത്. CIT അകത്ത് കിടക്കാൻ തീരുമാനിച്ചാൽ CIT അകത്തും പോലീസ് പുറത്തുമായിരിക്കും. കഴിഞ്ഞ സമരത്തിൽ
പോലീസ് 4.5 മണിക്കൂർ ശ്രമിച്ചിട്ടും അറസ്റ്റ് നടന്നില്ലല്ലോ, അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഭാവി സമരങ്ങൾ ആ രൂപത്തിൽ ആർത്തിരമ്പിയെത്തും. ആ സമരങ്ങൾ കിടകൊടുക്കാതെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും CITU ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.